എന്ന ബഷീർ നോവലിലെ ആനവാരി രാമൻ നായരുടെ കഥാപാത്രമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഞാനാണ് ആനവാരി രാമൻ നായർ. ചാണകം മോഷ്ടിക്കാൻ വന്ന ചാണകമാണെന്ന് വിചാരിച്ച് വാരിയെടുത്തത് പാറക്കുട്ടി എന്ന ആന. അങ്ങനെയാണ് ഞാൻ ആനവാരി രാമൻ നായർ ആയത്. ഞമ്മക്കൊരു ഹിക്കുണ്ട്, ബഷീർ. നമുക്കൊരു ആടുണ്ട്, പെരാറായ ആട്. എന്റെ റബ്ബേ, ആടിനെ കാണാനില്ലല്ലോ. എല്ലാവർക്കും നമസ്കാരം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ ഒരു കുറച്ച് ഭാഗമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. ആരാണ് ചൂടടിക്കുന്നേ? ഞാനാ. ഇത് ലോകത്തിന്റെ എഴുത്തുകാരനാ. പേരെന്താ? രണ്ടാള് കൊല്ലത്തെ തടുവാ. ഇത് ലോകത്തിന്റെ എഴുത്തുകാരനാ. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. 22 വയസ്സ്. സുന്ദരമായ വയസ്സ്. പിന്നെ താരവാണല്ലേ? അത് 14 കൊല്ലം. അപ്പൊ കള്ളക്കുറ്റാണല്ലേ? എന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലായി. രണ്ടര കൊല്ലത്തെ തടവ്. ഇപ്പൊ ഞാനിവിടെ തനിച്ചാ, കൂട്ടുകാരെല്ലാം പോയി. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. പേര്. വയസ്സ് 22. കഠിന തടവാണല്ലേ? അതെ. വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലം. എന്തൊരു ജീവിതം. നാരായണി, നമ്മളേതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്ക് റോസാച്ചെടി തരുമോ? ഇത് ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മുച്ചീട്ടുകളിക്കാരന്റെ മകൾ എന്ന കൃതിയിലെ ഒറ്റക്കണ്ണൻ പോക്കറാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. വീരാജ വീരാജ വീരാജ, ആർക്കും വയ്ക്കാൻ എപ്പോഴും വയ്ക്കാം. കടന്നു വരൂ, ആർക്കും വയ്ക്കാം എപ്പോഴും വയ്ക്കാം. മായമില്ല, മന്ത്രമില്ല. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 8. കടന്നു വരൂ, ആർക്കും വയ്ക്കാം മായമില്ല, മന്ത്രമില്ല. ഞാൻ സുഹറ, ബാലകാല സഹീലെ സുഹറ. എനിക്കൊരു കളിക്കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് മജീദ്. അപ്പുറത്തെ പറമ്പിലൊരു മാങ്ങ വീണാൽ അവൻ അതെനിക്ക് തരില്ല. ഞങ്ങളുടെ കഥകൾ അറിയണമെങ്കിൽ ബാലകാല ഇതേ ഒന്നൊന്ന് എത്രയാ? ഇനി വലിയ ഒന്നാ. ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ്. ആളെ മനസ്സിലായില്ലേ? വൈക്കം മുഹമ്മദ് ബഷീർ, എ വെരി ഒറിജിനൽ റൈറ്റർ, എക്സെപ്ഷണലി ബ്രില്യന്റ്. ജീവനുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് തന്റേതായ ഒരു കഥാപ്രപഞ്ചത്തിന് ഇവിടെ പിറവി കൊടുത്തുകൊണ്ട്